Good morning, everyone. Welcome to my channel. നാല് നൈറ്റിന് ശേഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഓഫാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് പ്ലാനിങ്ങുകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇവിടെ സമ്മർ വെക്കേഷനാണ്. ഇപ്പോൾ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഇന്ന് എന്താണ് മെനു എന്നുള്ളതും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഓൺലൈനാണ് ഇന്ന് ഓർഡർ ചെയ്തത്. അപ്പോഴത്തേക്കും ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഒരു മഷ്റൂംസും കുറച്ച് സ്പിനാച്ചും ടൊമാറ്റോയൊക്കെ ഇട്ടിട്ടുള്ള ഒരു എഗ്ഗാണ്, എഗ് ഓംലെറ്റ് ആണ്. പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതാവുന്ന സമയത്ത് ഞാനൊരു ചായയും കൂടി ഇട്ട്, അപ്പം ഞാൻ രാവിലെ ചായയും പിന്നെ ഈ ഒരു ഓംലെറ്റുമാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൺലൈൻ ചെയ്ത ഗ്രോസറി സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്യും. അത് ടൈമൊക്കെ ഒരുപാട് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പം ഞാനൊരു സീസണൽ ഫ്രൂട്ടായിട്ട് മെലനാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മീറ്റും പിന്നെ ടൊമാറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ഇപ്പം ഞാൻ രാവിലെ ഒരു റാപ്പാണ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പമാണ്. അത് കാരണം അവർ വെജിറ്റബിൾസ് കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ വെജിറ്റബിൾസ് അവർ കഴിക്കുള്ളൂ. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ബട്ടറിൽ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കുറച്ച് നമ്മുടെ പെപ്പറിക്കയും മീറ്റ് മസാലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം റാപ്പ് ടോട്ടിലയുടെ ഒരു റാപ്പ് അത് ഫില്ല് ചെയ്തിട്ട് അതിനുശേഷം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഇതും സിമ്പിളാണ്. കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമാണ്. അത് കുഞ്ഞിന് ഇഷ്ടമാണ് ഇതുപോലുള്ള വാട്ടർ മെലണൊക്കെ. അപ്പോൾ അവന് ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ചില ദിവസങ്ങളിൽ നല്ല ഹീറ്റ് വേവ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ട്സ് ആകുമ്പം അതിൽ നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അവനത് കഴിച്ചോളും. ഇനി അടുത്തത് ലഞ്ച് പ്രിപ്പറേഷനുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനായിട്ട് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഫുഡെന്ന് പറയുന്നത് നമ്മുടെ ഗീ റൈസും ചിക്കനും പിന്നെ ഫുൽക്കയും അതാണേ. ഇങ്ങനെ ഫുൾക്ക ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഇത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സാധാരണ ചപ്പാത്തി ചെയ്യുന്നത് പോലെ ഒരുപാട് സമയമൊന്നും ആവില്ല. ജസ്റ്റ് അതൊന്ന് വെന്തെന്ന് കാണുമ്പോഴത്തേക്കും ഒന്ന് ചീലിട്ടൊന്ന് പൊള്ളിച്ചെടുത്താൽ മതി അപ്പുറവും ഇപ്പുറവും. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഗീ റൈസിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ജീരകശാല അരിയാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു കപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ജസ്റ്റ് ലഞ്ചിനേക്കുള്ളത് മാത്രം മതി. ഫുൾക്കയും കൂടെ ഉള്ളത് കൊണ്ട് അധികം ചോറ് ആരും കഴിക്കത്തില്ല. അപ്പം ലഞ്ചിനുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ലഞ്ച് റെഡിയായി. റൈത്ത ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം റൈത്തയും ചിക്കനും പിക്കിളും പിന്നെ റൈസും അതായിരുന്നു എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച്.
അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇനി കുറച്ച് പ്ലാന്റ്സ് കെയർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ബനാന പീലില്ലേ, അത് ഞാനൊരു ഗ്ലാസ് ബോട്ടിലിട്ട് വെച്ചായിരുന്നു. അതൊരു നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതെൻ്റെ ചെടികൾക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇന്നെനിക്ക് കുറച്ച് ദിവസമായി ഞാൻ പ്ലാന്റൊക്കെ ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇന്നെൻ്റെ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് കുറച്ച് പ്ലാന്റ് കെയർ ഡേ ആണ്. ഇതിലെ ചെടിയൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലത് വാങ്ങിച്ചത് അതുപോലെ തന്നെ ഇരിക്കുക. അപ്പോൾ CC ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മറ്റേ പ്ലാന്റിൻ്റെ ചെടിച്ചട്ടി എന്ന് പറയുന്നത് കുറച്ച് കുഞ്ഞിതും പ്ലാന്റ് അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പോൾ എനിക്കതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യണം. അതേപോലെ പോത്തോസ് വാട്ടറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് അതെടുത്ത് പോട്ടിലോട്ട് മാറ്റി. അതേപോലെ മോൺസ്റ്ററിലെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തേച്ച് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ടേക്കുവാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു 2 to 4 വീക്സ് ഒക്കെ ചിലപ്പം അത് കഴിയുമ്പോഴത്തേക്ക് അതിൽ വേര് വരും. അപ്പോഴത്തേക്കും ഞാൻ പതിയെ എടുത്ത് പോട്ടിലോട്ട് നടും. ഇതെൻ്റെ CC ആണ്. CCയുടെ കണ്ടോ, ഞാനത് സ്ലോലി അതെടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഈ നമ്മുടെ ഈ പൊട്ടറ്റോ പോലത്തുള്ള കിഴങ്ങാണ് അതിൻ്റെ ഒരു ഇത്, കിഴങ്ങും ആ വേരും കൂടെ എടുത്ത് ഞാൻ അതും റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാനിവിടെ കുറച്ച് മുട്ടയുടെ തോടുകൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഞാനത് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ട് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കും. അതൊരു നല്ല നാച്ചുറലായിട്ടുള്ള ഒരു വളമാണ്. ഇനി ഞാനൊരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും റീപോട്ടിങ്ങും അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള മണ്ണ് മാറ്റി വേറെ വളമൊക്കെ ഇട്ട് കൊടുക്കത്തുള്ളൂ. അത്രയും നാളത്തേക്ക് ഞാൻ ഇനി അവരെ ശല്യപ്പെടുത്തത്തില്ല, വേരുകളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ല ഒരുപാട്. ഇൻഡോർ പ്ലാന്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ വേറെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എൻ്റെ ചാനലിലൊരു ഇൻഡോർ പ്ലാന്റ് എങ്ങനെ സമ്മറിൽ ടേക്ക് കെയർ ചെയ്യണോ എന്നുള്ളത് മെയിൻ്റനൻസും ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ഇടുന്നുണ്ടാവും. ഇനി എനിക്ക് കുറച്ച് സെറാമിക് പോട്ടുകൾ വാങ്ങിക്കണം. കാരണം ഇതൊക്കെ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ചെടിച്ചട്ടികൾ എടുത്തിട്ടാണ് ഞാനിപ്പം പ്രൊപ്പഗേറ്റ് ചെയ്തതും പിന്നെ മാറ്റി റീപോർട്ട് ചെയ്തതും ഒക്കെ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പാർക്കിൽ പോയി. കുറച്ച് നേരം ജസ്റ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ ഞാൻ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സെക്കൻഡ് വീക്കേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാർക്കിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴി ഒരു കേക്ക് ബോക്സിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും കേക്ക് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയിട്ട് 2-3 ജസ്റ്റ് പേസ്ട്രി മാത്രം വാങ്ങിച്ചു. എൻ്റെ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം മധുരമില്ല. ഒത്തിരി നമുക്ക് മത്ത് പിടിപ്പിക്കണ മാതിരിയുള്ള ഒരു ഷുഗർ കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോഴും. വീട്ടിൽ വന്നിട്ട് ഇനി എനിക്ക് ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ രാത്രി ചെയ്യുന്നത് ഒരു ഡക്ക് കോക്കനട്ട് കറിയും പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് നമ്മുടെ നാൻ ബ്രെഡ് വാങ്ങിച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചപ്പാത്തി ഒന്നും ഞാനിനി ഉണ്ടാക്കുന്നില്ല. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ ഓൾറെഡി കഴിച്ചതുകൊണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു എളുപ്പത്തിലുള്ള ഒരു കോക്കനട്ട് കറി, കോക്കനട്ടിൻ്റെ എൻ്റെ കയ്യിൽ ഓൾറെഡി മിൽക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റും ആയി. അങ്ങനെയുള്ള ഒരു കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ കറിയിൽ ഞാൻ ആകെ ചേർത്തിരിക്കുന്ന മസാല എന്ന് പറയുന്നത് മീറ്റ് മസാല, ഗരം മസാല, പിന്നെ കുറച്ച് ടർമറിക് പൗഡർ, പിന്നെ പെരിഞ്ജീരകം, ഇത്ര ചേർത്തിട്ടുള്ളത്. അതിനുശേഷം തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കറി റെഡിയാവും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അത് നമ്മുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാൻ ബ്രെഡാണ്. നാൻ ബ്രെഡും ഇതും കൂടെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇപ്പോൾ സമയം രാത്രി 10:30 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്ന് ഇരുട്ടി തുടങ്ങിയത്. അപ്പോൾ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.